ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരിക്കൽ കൂടെ ദൈവവചനത്തിന് മുഖത്ത് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം നിന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു നിമിഷം മിഴികളടച്ചിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു. നിന്റെ തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. കർത്താവേ, നിന്റെ മുഖത്തേക്ക് നോക്കുവാനും നിന്നിൽ നിന്ന് കേൾക്കുവാനും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ നിന്നോടുള്ള ബന്ധത്തിൽ നിന്ന് പുതുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സകലം തിരുനാമഹത്വത്തിനായി തീരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 35-ാമത്തെ തിരുവചനം ഇന്നൊരല്പസമയം ദൈവാത്മാവിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയുമില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. തികച്ചും അചേതനമായ ഒരു വസ്തുവാണ് അപ്പം എന്ന് പറയുന്നത്. കരത്തിലൊതുങ്ങുന്ന ഒന്ന്. അതിനെ കരത്തിലെടുത്തിട്ട് സ്വർഗത്തിലെ ദൈവം പറയാണ്, ഞാൻ ഈ അപ്പത്തിൽ വസിക്കുന്നു എന്ന്. ഈ ലോകത്തിൽ ഒരു വസ്തുവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാൻ ഒരു ചെറിയ വസ്തുവിലേക്ക് ഒതുങ്ങിക്കൂടുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പത്തിനും ക്രിസ്തുവിനും തമ്മിൽ ചില സമാനതകളുണ്ട്. എങ്ങനെയാണ് ഒരപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടയവനായ തമ്പുരാനെ സ്വീകരിക്കാൻ പാത്രമായി തീർന്നത്? വളരെ സുരക്ഷിതമായ ഒരു പത്തായത്തിലിരുന്ന ഗോതമ്പ് മണി അപ്പമായി തീർന്ന വഴികളിലേക്ക് ഒരു ധ്യാനപൂർവമായ ഒരു യാത്ര ആരംഭിച്ചാൽ വെറുതെയൊന്നുമല്ല അപ്പം ദൈവത്തെ സ്വീകരിച്ചെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. സുരക്ഷിതമായി പത്തായത്തിലിരുന്ന ഗോതമ്പ് മണി വെയിലും മഞ്ഞും മഴയും ഒന്നും കൊള്ളാതെ സുരക്ഷിതമായിരുന്നോടെ അവിടെ നിന്ന് വെയിലും മഞ്ഞും മഴയും കൊള്ളാൻ വിധിക്കപ്പെട്ട് ഒരു ചേർക്കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. മഞ്ഞിനോടും മഴയോടും വെയിലിനോടുമൊക്കെ അടരാടി ആ പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു ചെടിയായി വളർന്ന് കതിരണിഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന് അതിനെ മുറിച്ച് എടുത്തുകൊണ്ടുപോകുന്നു. അതെത്തിപ്പെടുന്നത് മെതിക്കളത്തിലാണ്. അവിടെ വെച്ചതിനെ തല്ലിയൂർത്തിയെടുത്ത് തിരിക്കല്ലിൽ പൊടിച്ചെടുത്ത് ചുടുകല്ലിൽ ചുട്ടെടുത്ത് ഒരപ്പം രൂപപ്പെടുന്നു. ഇങ്ങനെയാണ് ലോകത്തിലെ എല്ലാ അപ്പങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ അതിൽ ചില അപ്പങ്ങൾ മാത്രം ദൈവത്തെ സ്വീകരിക്കാൻ പാത്രമായിത്തീരുന്നു. അതിൻ്റെ പിന്നിൽ ഒരു സമർപ്പണമുണ്ട്. എല്ലാ അപ്പങ്ങളും ഉണ്ടാകുന്നത് ഒരുപോലെയാണെങ്കിലും ചില അപ്പങ്ങൾ മാത്രം ദൈവത്തെ സ്വീകരിക്കാൻ പാത്രമായിത്തീരുന്നതിൻ്റെ പിന്നിൽ ഒരു സമർപ്പണമുണ്ട്. സഹനങ്ങൾ സമർപ്പണങ്ങളാകുന്നിടത്തേക്ക് ദൈവം കടന്നു വരുന്നൊരു കാഴ്ചയാണ് അപ്പത്തിലൂടെ ഞാനും നിങ്ങളും കണ്ടുമുട്ടുന്നത്. ബലിവേദിയിൽ ഒരു അപ്പം സമർപ്പിതമായി തീരുമ്പോൾ അപ്പം സഞ്ചരിച്ച സഹന വഴികളെ നാം ധ്യാനിക്കണം. പത്തായത്തിൻ്റെ സുരക്ഷിതത്വം ഉപേക്ഷിച്ച് വെയിലും മഞ്ഞും കൊള്ളാൻ വിധിക്കപ്പെട്ട് പ്രതികൂലതകളോട് അടരാടി മുറിച്ചെടുക്കപ്പെട്ട് തല്ലിയൂർത്തിയെടുക്കപ്പെട്ട് പൊടിച്ചെടുക്കപ്പെട്ട് ചുട്ടെടുക്കപ്പെട്ട് ആ സഹനങ്ങളെ സമർപ്പണം ചെയ്യുന്ന അപ്പത്തിലേക്ക് അതേ സഹനങ്ങളിലൂടെ യാത്ര ചെയ്ത് തമ്പുരാൻ കടന്നു വരുന്നു. ദൈവത്തിന് ഈ അപ്പത്തിലേക്ക് വരാൻ കൊതി എന്താണ് ഇത്രമാത്രം? ബലിവേദിയിൽ അപ്പം സമർപ്പിതമാകുമ്പോൾ അപ്പത്തിലേക്ക് ദൈവം കടന്നു വരുന്നതിൻ്റെ പിന്നിലെ കാരണം ആ ബലിവേദിക്ക് താഴെ സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെ യാത്ര ചെയ്ത് ചില മനുഷ്യർ അവരുടെ സങ്കടങ്ങൾ സമർപ്പണം ചെയ്യാൻ കടന്നു വരുന്നുണ്ട് എന്നത് തന്നെയാണ്. അപ്പം ഒരു പ്രതീകമാണ് ബലിപീഠത്തിൽ സമർപ്പിക്കപ്പെടുമ്പോൾ. അതുകൊണ്ടാണ് അന്ത്യോക്യൻ പാരമ്പര്യങ്ങളിൽ അപ്പവീഞ്ഞുകൾ വിശുദ്ധ ബലിപീഠത്തിൽ സമർപ്പിച്ചതിന് ശേഷം ദർഗായുടെ താഴെ ഇറങ്ങുന്ന പുരോഹിതൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: ഞങ്ങളെ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി സമർപ്പിക്കുവാൻ നാഥ, ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. ഇവിടെ ഒരു അപ്പവും വീഞ്ഞുമാണ് സമർപ്പിക്കുന്നത്. എന്നാൽ ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം ഞങ്ങളെ തന്നെ നിനക്കൊരു കാഴ്ചയായി സമർപ്പിക്കുവാൻ ഞങ്ങളെ നാഥ അനുഗ്രഹിക്കണമേ. അതുകൊണ്ടാണ് പാട്ടുകാരനായ മോർ അപ്രേം ഇങ്ങനെ പാടിയത്: എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണൈപ്പാനും നാഥ,
എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആരാധനയിൽ അപ്പവും വീഞ്ഞുകളോടും ഒപ്പം നമ്മെ തന്നെ ദൈവത്തിന് ഒരു സമർപ്പണമായി, കാഴ്ചയായി സമർപ്പിക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. പത്രോസിൻ്റെ സിംഹാസനത്തോളം വളർന്ന ഇഗ്നാത്തിയോസ് ന്യൂറോനോ സിംഹങ്ങളുടെ പല്ലുകളുടെ ഇടയിൽ സ്വജീവിതം സമർപ്പിക്കപ്പെട്ട ഒരു പരിശുദ്ധനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഗോതമ്പ് തിരിക്കല്ലിൽ പൊടിഞ്ഞമർന്ന് കർത്താവിൻ്റെ ബലിവേദിയിൽ അപ്പമായി തീരുന്നത് പോലെ എൻ്റെ ശരീരം സിംഹങ്ങളുടെ പല്ലുകളുടെ ഇടയിൽ ഞെരിഞ്ഞമർന്ന് നാളെ ഞാൻ കർത്താവിന് ഒരു അപ്പമായി തീരും. ജീവിതം കൊണ്ട് അർപ്പിക്കുന്ന ഒരു ആരാധനയെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് വെടിപ്പുള്ള ആരാധനയായി സമർപ്പിക്കണം. നമ്മുടെ അനുദിന ജീവിതം കൊണ്ട് ദൈവത്തിനൊരു ആരാധനയായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഓരോ ആരാധനയിലും അപ്പവീഞ്ഞുകൾ വിശുദ്ധ ബലിപീഠത്തിൽ സമർപ്പിതമാകുന്നു. സകന വഴികളിലൂടെ യാത്ര ചെയ്ത ആ അപ്പത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത് ആ ബലിവേദിക്ക് താഴെ സകന വഴികളിലൂടെ യാത്ര ചെയ്ത മനുഷ്യ ജീവിതങ്ങളോട് ഇടപെടാനാണെന്നുള്ളൊരു ബോധം നമ്മെ മതിക്കുന്നുണ്ടോ? ഇന്ന് സഹനങ്ങളില്ലാത്ത ജീവിതത്തെക്കുറിച്ച്, പ്രതികൂലതകളില്ലാത്ത ജീവിതത്തെക്കുറിച്ച്, വെല്ലുവിളികളില്ലാത്ത സമൃദ്ധിയുടെ സുവിശേഷത്തെക്കുറിച്ചൊക്കെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നൊരു കാലത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ആരാധനയിൽ പങ്കുകൊള്ളുന്നത് പോലും ജീവിതത്തിൻ്റെ പ്രതികൂലതകളും പ്രതിസന്ധികളും അസ്തമിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു ആരാധനയും പ്രതികൂലതകളിൽ കൂടെ നിൽക്കുന്ന ദൈവത്തെക്കുറിച്ച്, പ്രതികൂലതകളിൽ ഇറങ്ങി വരുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നതെന്ന് നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു രംഗമുണ്ട്. ഓരോ സകന വഴികളിലും ക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നതെന്ന് പറയുന്ന ഒരു തിരുവചന ഭാഗം. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിലാണ് ഈ രംഗം നമ്മൾ കാണുന്നത്. യേശുദമ്പുരാൻ്റെ അടുക്കലേക്ക് ഒരു വലിയ ജനസമൂഹം കടന്നു വരുന്നു. കടൽക്കരയിൽ ഒരു വഞ്ചിയിലിരുന്നു കൊണ്ട് സായന്തനം വരെ യേശുദമ്പുരാൻ അവരോട് സംവദിക്കുകയാണ്. ഇരുട്ട് വീഴാൻ തുടങ്ങുമ്പോൾ എല്ലാവരെയും പിരിച്ചയച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് മറുകരയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ട് ക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ട് മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. ശിഷ്യന്മാർ തൻ്റെ ഒരു കൊച്ചു വഞ്ചിയിൽ മറുകരയിലേക്ക് വളരെ ഉത്സാഹത്തോടെ തുഴഞ്ഞു പോകുമ്പോൾ കാറ്റ് പ്രതികൂലമായി, കടലിരമ്പി, വലിയ തിരമാലകൾ ഉയർന്നു പൊങ്ങി. പ്രാണഭയത്താൽ അവർ നിലവിളിക്കുമ്പോൾ അവർ കാണുന്നൊരു കാഴ്ചയുണ്ട്. ആ പ്രതികൂലമായ കടലിന് മീതെ ആരോ നടന്നു വരുന്നു. ബോധമെന്നൊക്കെ പറഞ്ഞവർ ആദ്യമേ വല്ലാതെ ആകുലപ്പെടുന്നുണ്ട്. എന്നാൽ ഒടുവിൽ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർ അത്ഭുതത്തോടുകൂടി ആ കാഴ്ച കാണുകയാണ്. ഉയർന്നു പൊങ്ങുന്ന തിരക്ക് മീതെ, ആഞ്ഞടിക്കുന്ന കാറ്റിൻ്റെ ഇടയിലൂടെ ആഴമായ കടലിന് മീതെ സഞ്ചരിച്ച് അവരുടെ അടുക്കലേക്ക് കടന്നു വരുന്നൊരു കർത്താവ്. ആ വഞ്ചിയിലിരുന്നു കൊണ്ട് വലിയ മുക്കുവനായ പത്രോസ് കർത്താവിനോടൊരു ആഗ്രഹം പറയാണ്, കർത്താവേ, ഈ ആഴമായ കടലിന് മീതെ, ഈ ഉയർന്നു പൊങ്ങുന്ന തിരക്ക് മീതെ, ഈ വലിയ കാറ്റിൻ്റെ മധ്യത്തിൽ നീയാണ് നിൽക്കുന്നതെങ്കിൽ എനിക്കും ഇങ്ങനെ ഈ കടലിന് മീതെ, തിരക്ക് മുകളിൽ, ഈ കാറ്റിൻ്റെ മധ്യത്തിൽ നിൽക്കാൻ എനിക്കും ഒരനുഗ്രഹം തരണം. അവൻ്റെ ആഗ്രഹം കേട്ടിട്ട് യേശുദമ്പുരാൻ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ഇറങ്ങി വാ. അവൻ പടകിനെ ഉപേക്ഷിച്ച് ആഴമായ കടലിൻ്റെയും വലിയ തിരയുടെയും വലിയ കാറ്റിൻ്റെയും മധ്യത്തിലേക്ക് ഇറങ്ങിയെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, അവരാഴമായ കടലിനു മീതെ, തിരക്ക് മീതെ, കാറ്റിൻ്റെ മധ്യത്തിൽ നടന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? പത്രോസ് 1-2 ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അവൻ കാറ്റ് കണ്ട് ഭയപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. അവൻ എപ്പോഴാണോ കാറ്റിലേക്ക് നോക്കാനായിട്ട് തുടങ്ങിയത്, എപ്പോഴാണോ ആഴമായ കടലിലേക്ക് നോക്കാനായിട്ട് തുടങ്ങിയത്, അവൻ്റെ കാലിൻ്റെ അടിയിൽ ഇരമ്പുന്ന വലിയ തിരമാലകളിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്, ആ സമയത്ത് അവൻ ശ്രദ്ധ വെച്ച കടലിലേക്ക്, അവൻ ശ്രദ്ധ വെച്ച തിരയിലേക്ക്, അവൻ ശ്രദ്ധ വെച്ച കാറ്റിലേക്ക് അവൻ താണുപോകുന്ന ഒരു കാഴ്ച വേദപുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ അല്പം മുമ്പ് 3-4 ചുവടുകൾ അവൻ ആ കാറ്റിനു മീതെ, കടലിനു മീതെ, തിരക്ക് മീതെ സഞ്ചരിക്കുന്നൊരു കാഴ്ച വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവൻ തിരയിലായിരുന്നില്ല, അവൻ കാറ്റിലായിരുന്നില്ല, കടലിലായിരുന്നില്ല. അവൻ്റെ നോട്ടം മറിച്ച് കാറ്റിനു മീതെ, തിരക്ക് മീതെ, കടലിനു മീതെ നിൽക്കുന്ന കർത്താവിലായിരുന്നു. ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ
പല പ്രശ്നങ്ങളിൽ നാം താണുപോകുന്നൊരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ നമ്മളെ മുക്കിക്കളഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായ ഭാരത്തിലേക്ക് നാം വീണുപോയിരിക്കുന്നു. ചില രോഗങ്ങൾ നമ്മെ വല്ലാതെ തളർത്തിക്കളഞ്ഞിരിക്കുന്നു. നാം നമ്മുടെ രോഗത്തിലേക്ക് നോക്കി വീണിരിക്കുന്നു. നാം നമ്മുടെ സാമ്പത്തിക ഭാരത്തിലേക്ക് നോക്കി താണിരിക്കുന്നു. നാം നമ്മുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളിലേക്ക് നോക്കി താണിരിക്കുന്നു. പത്രോസിന് നേരെ നീട്ടപ്പെട്ട കരം നമ്മുടെ നേരെ നീട്ടി കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്പവിശ്വാസി, നീ എന്തിനെ സംശയിച്ചു? കാറ്റിനെ ജയിച്ച, കടലിനെ ജയിച്ച, തിരയെ ജയിച്ച ഞാനിവിടെ ഉള്ളപ്പോൾ നീ എന്തിന് സംശയിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നോക്കി നിലനിൽക്കാനുള്ളൊരു കൃപയാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്നത്. കാറ്റൊടുങ്ങുന്ന, തിരയൊടുങ്ങുന്ന, കടലില്ലാത്ത, പ്രതികൂലതകളില്ലാത്ത ഒന്നല്ല ക്രൈസ്തവ ജീവിതം. രോഗങ്ങളുടെ, പ്രതികൂലതകളുടെ, പ്രതിസന്ധികളുടെ, വെല്ലുവിളികളുടെ മധ്യത്തിൽ കർത്താവിനെ നോക്കി എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ആത്മബലവും കരുത്തും നൽകുന്ന ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. ആ ജീവിതത്തിലേക്ക് നോക്കി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ശാന്തമായിട്ട് കഴിയണം. വേദപുസ്തകത്തിൽ അത്തരത്തിലൊരു വ്യക്തിത്വത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 37 അധ്യായം മുതൽ 50 അധ്യായം വരെയുള്ള 14 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിത്വം. 38 അധ്യായത്തിൽ മാത്രമാണ് ആ പേര് പരാമർശിക്കപ്പെടാതെ പോകുന്നത്. എത്ര അത്ഭുതകരമായ ഒരു ജീവിതമാണ് യൗസേപ്പ്. വീട്ടിലെ ഇളയ മകനായി വളർന്നതുകൊണ്ട് അപ്പൻ്റെ സ്നേഹവും കരുതലും ആവോളം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയൊരു മനുഷ്യൻ. മൂത്ത സഹോദരന്മാർ ആടിനെ മേയ്ക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ അപ്പൻ്റെ നെഞ്ചിലെ ചൂടുപറ്റി അപ്പൻ്റെ കൂടെ വീട്ടിൽ കഴിഞ്ഞവൻ. അപ്പൻ മേടിച്ചു കൊടുത്ത് അതിവിശിഷ്ടമായ നിലയങ്കി അണിഞ്ഞ് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ കടന്നു ചെല്ലുന്നിടത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ അപകടവും വീഴ്ചയും ആരംഭിക്കുകയാണ്. സഹോദരന്മാരുടെ ഇടയിൽ പിണക്കമുണ്ടായി. പണിയെടുക്കാൻ നമ്മളും വീട്ടിലിരുന്ന് തിന്നാനിവനും. അവരവനെ പിടിച്ചു കെട്ടി അടുത്തുള്ളൊരു പൊട്ടക്കിണറ്റിലിട്ടു. കൊല്ലണമെന്നായിരുന്നു ചിന്ത. പക്ഷെ കൊല്ലുന്നതിനേക്കാൾ ലാഭം വിൽക്കുന്നതല്ലേ. അവനെ മിദ്യാനിലെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. മിദ്യാനിലെ ചന്തസ്ഥലത്ത് നിൽക്കുന്ന യൗസേപ്പ്, പോത്തിഫർ അവനെ വാങ്ങിക്കൊണ്ടു പോവുകയാണ്. പോത്തിഫറിൻ്റെ വീട്ടിലെത്തപ്പെടുന്ന യൗസേപ്പ് എന്തെല്ലാം സങ്കടങ്ങളിലൂടെയാണ് അവൻ യാത്ര ചെയ്യുന്നത്. അവൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയാകുന്ന പോത്തിഫറിൻ്റെ ഭാര്യ അവൻ്റെ പുറംകുപ്പായത്തിൽ കയറി പിടിക്കുന്നു. ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യില്ലെന്ന് പറഞ്ഞ് തൻ്റെ പുറംകുപ്പായം ഊരിയിട്ടിട്ട് ആ ഭവനത്തിൽ നിന്ന് യൗസേപ്പ് ഓടിയിറങ്ങുന്നത് നേരെ കാരാഗൃഹത്തിലേക്കാണ്. എന്തെല്ലാം സങ്കടങ്ങളുടെ തിരയിളക്കങ്ങളാണ്, കാറ്റുകളാണ്, കടലിരമ്പലുകളാണ്, എന്തെല്ലാം പ്രതികൂലതകളിലൂടെയാണ് യൗസേപ്പിൻ്റെ ജീവിതം കടന്നു പോകുന്നത്. എന്നാൽ ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിപാലനവും കരുതലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം എങ്ങനെയാണ് യൗസേപ്പിനെ കരുതുന്നത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 39 അധ്യായം 6 തിരുവചനത്തിൽ നാം കാണുന്നൊരു കാഴ്ചയുണ്ട്. മിദ്യാനിലെ ചന്തസ്ഥലത്ത് നിൽക്കുന്ന യൗസേപ്പിനെ പോത്തിഫർ വന്ന് മേടിച്ചുകൊണ്ട് പോവാണ്. നമ്മുടെ നാട്ടിലുമൊക്കെ ഇങ്ങനെയില്ലേ? ചില ചന്തസ്ഥലങ്ങൾ, ആ ചന്തസ്ഥലങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് വന്ന് നിൽക്കുന്ന, നമ്മൾ സ്നേഹപൂർവ്വം ഭായി എന്നൊക്കെ വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ, അവരെയും നമ്മൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. അവർ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ ഒരു ദിവസത്തെ അധ്വാനം മേടിച്ചിട്ടാണ് നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടു പോവുക. വൈകുന്നേരം വരെ ഞാനും അവരും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു. വൈകുന്നേരം വരെ നിൻ്റെ അധ്വാനം ഞാൻ മേടിക്കുന്നു, വൈകുന്നേരം വരെ നീ അധ്വാനിക്കുക, ഞാൻ നിനക്കതിന് പൈസ തരാം. എന്നാൽ മിദ്യാനിലെ ചന്തസ്ഥലത്ത് നിന്ന് യൗസേപ്പിനെ പോത്തിഫർ മേടിച്ചുകൊണ്ട് പോകുന്ന അവൻ്റെ അധ്വാനത്തെയല്ല മേടിക്കുന്നത്, അവനെ തന്നെ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന യൗസേപ്പ് ആ വീട്ടിലെത്തപ്പെടുന്നു. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി തൊഴിലാളി കടന്നു വന്നാൽ അവനെ എങ്ങനെയായിരിക്കും നമ്മൾ പരിചരിക്കുക? വൈകുന്നേരം വരെ എങ്ങനെ പണിയെടുപ്പിച്ച് അവൻ്റെ അധ്വാനത്തെ മുതലാക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുക. അവൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യുകയില്ല. എന്നാൽ അതിനേക്കാൾ ഹീനമായ ഒരു അവസ്ഥയിലാണ് യൗസേപ്പ് പോത്തിഫറിൻ്റെ വീട്ടിൽ എത്തപ്പെടുന്നതെങ്കിലും ദൈവം അവനെ പരിപാലിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിൻ്റെ 6 തിരുവചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: പോത്തിഫർ തനിക്കുള്ളതൊക്കെയും യൗസേപ്പിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു. ഒരു അന്യ സംസ്ഥാനക്കാരനായ, അന്യ നാട്ടുകാരനായ യൗസേപ്പിൻ്റെ കരങ്ങളിലേക്ക് തനിക്കുള്ളതൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കുന്ന പോത്തിഫറിനെ ഞാൻ കാണുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും കരുണയും ഞാൻ നിങ്ങൾ വായിച്ചെടുക്കണം.
അവൻ വലിയ കടലിൻ്റെ മധ്യത്തിലാണ്, തിരയുടെ മധ്യത്തിലാണ്, കാറ്റിൻ്റെ മധ്യത്തിലാണ്. പക്ഷേ അവൻ താണുപോയിരിക്കുകയല്ല. തിരയ്ക്ക് മീതെ, കടലിന് മീതെ, കാറ്റിന് മീതെ ഉയർന്നു നിൽക്കുന്ന യൗസേപ്പിനെ കാണാൻ കഴിയും. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും അവൻ കാരാഗൃഹത്തിലാക്കപ്പെടുകയാണ്. കാരാഗൃഹത്തിലാക്കപ്പെടുന്നവൻ തടവുപുള്ളിയാണ്, കുറ്റക്കാരനാണ്. പക്ഷേ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയല്ല. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യൗസേപ്പിൻ്റെ കരത്തിലേൽപ്പിച്ചു. അവൻ കാരാഗൃഹത്തിലാണ്, അഥവാ അവൻ കടലിലാണ്, അവൻ തിരയിലാണ്, കാറ്റിൻ്റെ മധ്യത്തിലാണ്. പക്ഷേ അവൻ താണുപോയിട്ടില്ല. ആ തിരയ്ക്ക് മീതെ, കടലിന് മീതെ, കാറ്റിൻ്റെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന യൗസേപ്പിനെയാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരുടെയും മേൽ നിയന്ത്രണമുള്ള കാരാഗൃഹ പ്രമാണിയായ യൗസേപ്പ് അവിടെ വാഴുകയാണ്. ജീവിതത്തിൻ്റെ പ്രതികൂലതകളിൽ സ്വർഗത്തിലെ ദൈവം യൗസേപ്പിന് കൊടുത്തൊരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കുടികൊള്ളുന്ന അവസാനത്തെ 3 പദങ്ങളുണ്ട്. അതിങ്ങനെയാണ്: ദൈവം അവന് കൃപ നൽകി. ജീവിതത്തിൻ്റെ പ്രതികൂലതകളിലും വെല്ലുവിളികളിലും സ്വർഗത്തിലെ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകുന്നത് ഈ വലിയൊരു കൃപയാണെന്ന് എനിക്ക് നിങ്ങൾക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഈ കൃപയെ സ്വീകരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? നിന്റെ രോഗത്തിൽ ദൈവം നൽകുന്ന കൃപ, നിന്റെ കടഭാരത്തിൽ ദൈവം നൽകുന്ന കൃപ, നിന്റെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളിൽ ദൈവം നൽകുന്ന കൃപ, ആ പ്രതികൂലതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ പ്രതികൂലതകളുടെ മുകളിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണാനുള്ളൊരു ആത്മബലവും കരുത്തും. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശരീരത്തെ ഗ്രസിച്ചിരുന്ന ഒരു രോഗം മാറാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. 1 വട്ടമല്ല, 3 വട്ടം. ദൈവം അവനോട് പറയുന്നത് എന്താണ്? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ പൗലോസിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാം. 9-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ മറുപടിയാണ്: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസ് അപ്പോസ്തലന് ഈ കൃപ ലഭിച്ചു കഴിയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ 12-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും: ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാണ്. അല്പം മുമ്പ് തൻ്റെ ശരീരത്തിലുള്ള ഒരു ശൂലം മാറ്റിക്കിട്ടാനായിട്ട് ആഗ്രഹിച്ച പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ദൈവത്തോട് പറയാണ്, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പറയാണ്: കുറച്ചുകൂടെ ബലഹീനത, കുറച്ചുകൂടെ കയ്യേറ്റം, കുറച്ചുകൂടെ ബുദ്ധിമുട്ട്, കുറച്ചുകൂടെ ഉപദ്രവം ഏൽക്കാൻ ഞാൻ സന്നദ്ധനാണ്. കാരണം എന്താണ്? ഞാനൊന്ന് പ്രാപിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപ, അതുകൊണ്ട് സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാം. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, അവൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുന്നുവെങ്കിൽ, നാം ജീവിക്കുന്ന അസ്വസ്ഥതകളുടെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ നാം സംസാരിച്ചു കൊണ്ടിരുന്നത് യൗസേപ്പിനെ കുറിച്ചാണ്. അവൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സങ്കടങ്ങളിലൂടെയാണ് അവൻ കടന്നു വന്നത്. ഈ സങ്കടങ്ങളെയെല്ലാം യൗസേപ്പ് അതിജീവിച്ചത് എങ്ങനെയാണ്? യൗസേപ്പിൻ്റെ സ്വഭാവ പഠനം നടത്തുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. ഈ 14 അധ്യായങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 37-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ 14 അധ്യായങ്ങളിൽ യൗസേപ്പ് കരയുന്ന 4 സന്ദർഭങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ 4 സന്ദർഭങ്ങളിൽ യൗസേപ്പിനുണ്ടായിരുന്നൊരു പൊതു സ്വഭാവം നമുക്ക് കാണാം. അവൻ ആരും കാണാതെ കരയുന്നവനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 42-ാം അധ്യായം 24-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് വായിക്കുന്നവൻ: അവൻ അവരെ വിട്ട് മാറിപ്പോയി കരഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ തിരുവചനം: അവൻ അറയിൽ ചെന്ന് അവിടെ വെച്ച് കരഞ്ഞു. യൗസേപ്പിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നൊരു വലിയ പ്രത്യേകതയാണ്, അവൻ്റെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ, പ്രതികൂലതകളിൽ അവനിലേക്ക് കൃപ കടന്നു വരാനുള്ളൊരു കാരണം അവൻ ആരും കാണാതെ ദൈവസന്നിധിയിൽ കരയുന്നവനായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലതകളിൽ മനുഷ്യരുടെ മുമ്പിൽ കരയുകയും പരിദേവനം പറയുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. എന്തെല്ലാം പരാതികളാണ്, പിണക്കങ്ങളാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്നത്, നമ്മുടെ രോഗത്തെക്കുറിച്ചും നമ്മുടെ സാമ്പത്തിക ഭാരത്തെക്കുറിച്ചും നമ്മുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളെക്കുറിച്ചും ഒക്കെ. എന്നാൽ ഒരല്പസമയം ദൈവസന്നിധിയിലിരുന്ന് അയ്യം വിളിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ?
കണ്ണുനീർ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിലെ പ്രതികൂലതകളിൽ യൗസേപ്പ് ഉയർന്നു നിന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അവൻ കരഞ്ഞത് കണ്ണുനീരിനെ മാനിക്കുന്നവൻ്റെ മുൻപിലാണ്. സങ്കീർത്തനങ്ങൾ 56:8 ഞാനും നിങ്ങളും ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വയ്ക്കും. ജീവിതത്തിൽ ഒരു പ്രതികൂലതയുണ്ടാകുമ്പോൾ ആ പ്രതികൂലതകൾ ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്ത് കരയാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ ദാവീദ് രാജാവിനെ കുറിച്ച് പറയുന്ന മനോഹരമായ രംഗമുണ്ട്. സ്വന്തം മകനാൽ പീഡിപ്പിക്കപ്പെട്ട് നഗ്നപാതനായി ദാവീദ് രാജാവ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുമ്പോൾ യോർദാൻ നദിയുടെ കരയിൽ വെച്ച് ശൗൽ കുലത്തിൽ പിറന്ന ശിമെയി എന്ന് പറയുന്ന ഒരുത്തൻ നിലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരി ദാവീദിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നഗ്നപാതനായി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്ന ദാവീദിനോട് പറയണേ, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ശൗൽ കുലത്തിനോട് നീ ചെയ്തതിന് സ്വർഗത്തിലെ ദൈവം നിന്നോട് പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ദാവീദിൻ്റെ കൂടെ അബിശായി എന്ന് പറയുന്നൊരു ഭൃത്യനുണ്ട്. അവൻ ഉറയിൽ നിന്ന് വാളെടുത്തിട്ട് ദാവീദിനോട് ചോദിച്ചു, ഈ ശിമെയുടെ കഴുത്ത് ഞാൻ വെട്ടിക്കളയട്ടെ? ദാവീദ് പറയുന്നൊരു മറുപടിയുണ്ട്, അബിശായി അവൻ ശപിക്കട്ടെ, സ്വർഗത്തിലെ ദൈവം എന്നെ ശപിക്കാൻ ഇന്ന് അവനോട് ആവശ്യപ്പെട്ടിരിക്കാം. 2 ചുവടുകൾ മുമ്പോട്ട് മാറി നിന്നിട്ട് നഗ്നപാതനായി തലമൂടിക്കൊണ്ട് നിൽക്കുന്ന ദാവീദ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്: കർത്താവേ, ഇവൻ്റെ ശാപത്തിന് പകരം നീ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവൻ്റെ ശാപത്തിന് പകരം നീ എന്നെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്ത് അനുഗ്രഹം ഏറ്റുവാങ്ങാനുള്ളതാണെന്ന് തിരിച്ചറിയാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ പോകുന്നുണ്ടോ? ദാവീദ് അവിടെ നിന്ന് കരഞ്ഞത് ദൈവസന്നിധിയിൽ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ചതുകൊണ്ട് അവൻ യോർദാൻ്റെ നദി കടന്ന ആ നിമിഷം യാത്ര പോകുന്നുണ്ട്. പക്ഷേ അബ്ശാലോം വധിക്കപ്പെട്ട ശേഷം ദാവീദ് തിരിച്ച യോർദാൻ നദീതീരത്തിലേക്ക് വീണ്ടും മടങ്ങി വരുമ്പോൾ ഈ ശിമെയെ നമ്മൾ കാണുന്നുണ്ട്. ആ മണൽപ്പരപ്പിൽ കമിഴ്ന്ന് വീണ് കിടന്ന് ദാവീദിനോട് മാപ്പിരക്കുന്ന ശിമെയി, എൻ്റെ യജമാനനെ എൻ്റെ കുറ്റം എൻ്റെ മേൽ നിർത്തരുതേ എന്ന് പറഞ്ഞ് ശിമെയി കരയുകയാണ്. എവിടെയാണ് ഈ മടങ്ങിവരവ് സാധ്യമായത്? ദാവീദ് ശിമെയിയുടെ ശാപത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് ഇവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് യാത്രയാകാൻ തുടങ്ങുന്നിടത്താണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സമർപ്പണങ്ങളുടെ അവസരങ്ങൾ ഒരുപിടി ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. അനുദിന ജീവിതത്തിൽ, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ ഒരു സമർപ്പണമായി, ആരാധനയായി ദൈവസന്നിധിയിലേക്ക് മാറ്റിവെക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ നിങ്ങളുടെയും ശരീരത്തെ ഗ്രസിക്കുന്ന ചില രോഗവേദനകൾ ഒരു സമർപ്പണങ്ങളായി ദൈവസന്നിധിയിലേക്ക് മാറ്റിവെച്ച ഒരു ആരാധനയാക്കി മാറ്റുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ചില കടഭാരങ്ങളും ചില പൊഴിവാക്കുകളും ചില അസ്വസ്ഥതകളും ദൈവസന്നിധിയിലേക്ക് മാറ്റിവെച്ചിട്ടൊരു പ്രാർത്ഥനയായി, ഒരു ആരാധനയാക്കി മാറ്റുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് പ്രിയപ്പെട്ടവരെ. ആരും കാണാതെ യൗസേപ്പ് ദൈവസന്നിധിയിൽ കരഞ്ഞുവെങ്കിൽ അവൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ നിർത്തി ദൈവം അവനെ കരയിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. അന്നവൻ അടിമയല്ല, മറിച്ച് മിസ്രൈമിൻ്റെ അധിപതിയാണ്. മിസ്രൈം രാജസിംഹാസനത്തോളം ഉയർത്തപ്പെട്ട യൗസേപ്പിൻ്റെ മുമ്പിലേക്ക് തൻ്റെ സഹോദരന്മാർ ധാന്യം കൊള്ളുവാനായിട്ട് കടന്നു വരുന്നൊരു കാഴ്ച വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അവരുടെ മുമ്പിൽ ഇസ്രയേലിൻ്റെ അധിപതിയായി നിന്ന് തൻ്റെ സഹോദരന്മാരെ മാറോടി ചേർത്ത് പിടിച്ച് കരയുന്ന യൗസേപ്പിനെ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി വെക്കുകയാണ്. ആരും കാണാതെ ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്യുന്നവരുടെ കണ്ണുനീര് ദൈവം സ്വീകരിക്കും. എന്നാൽ അനുദിന ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ചില പരാജയങ്ങളില്ലേ? എന്താണ് ആ പരാജയങ്ങൾ? ഒന്നിനോടും സമരസപ്പെടാനോ ഒന്നിനോടും പൊരുത്തപ്പെടാനോ ഒന്നിനെയും ഉൾക്കൊള്ളുവാനോ ഉള്ള മനസ്സ് പലപ്പോഴും നമ്മൾക്കില്ലെന്നുള്ളത് വലിയ സത്യമല്ലേ? പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ വളരെ മനോഹരമായൊരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് ഞങ്ങൾ അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ഞങ്ങൾ ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് ഞങ്ങൾ സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ശകാരത്തിന് പകരം ശകാരം പറയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉപദ്രവത്തിന് പകരം ഉപദ്രവം തിരിച്ചു നൽകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൊള്ളരുതാത്ത വാക്കിന് പകരം കൊള്ളരുതാത്ത വാക്ക് പറയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇവിടെയൊന്നും സമർപ്പണം ഉണ്ടാകുന്നില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സഹനങ്ങളുണ്ട്. ആ സഹനങ്ങളെ സമർപ്പണം ചെയ്യുന്നിടത്താണ് നാം ഒരു ആരാധനയുടെ ഭാഗമായി മാറുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളും ആരാധനകളാക്കി മാറ്റുവാനായിട്ട്, സമർപ്പണം ചെയ്ത ആരാധനകളാക്കി മാറ്റുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്.
അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള മഹത്വത്തിൻ്റെ കിരീടം പ്രാപിക്കും. ഇതാ നമ്മുടെ മുമ്പിൽ ചില സഹനങ്ങൾ ഇങ്ങനെ നിരത്തി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വലിച്ചെറിയപ്പെടുന്ന അനുഭവങ്ങൾ, വെയിലും മഞ്ഞും മഴയും കൊള്ളാൻ വിധിക്കപ്പെട്ട അനുഭവങ്ങൾ, മുറിച്ചെടുക്കപ്പെടുന്ന അനുഭവങ്ങൾ, തല്ലിയൂർത്തിയെടുക്കപ്പെടുന്ന അനുഭവങ്ങൾ, പൊടിച്ചെടുക്കപ്പെടുന്ന ചുട്ടെടുക്കപ്പെടുന്ന അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളെ നാം സമർപ്പണം ചെയ്യുമ്പോൾ ആരാധനയിലേക്ക്, അപ്പത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം അപ്പത്തിലൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക. മിഴികളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഒരപ്പം കരത്തിലെടുത്തിട്ട് ഞാൻ ഈ അപ്പത്തിൽ വസിക്കുന്നു എന്നരുളി ചെയ്ത തമ്പുരാനെ, എത്രമാത്രം സഹനങ്ങളിലൂടെയാണ് ഒരപ്പം യാത്ര ചെയ്ത് നിന്നെ സ്വീകരിക്കാൻ സമർപ്പണമായി നിൻ്റെ മുമ്പിൽ എത്തപ്പെടുന്നത്. ആ ബലിവേദിക്ക് താഴെ അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളുമായി ഞാൻ കടന്നു വരികയാണ്. രോഗത്തിൻ്റെ, ശരീരവേദകളുടെ, കുടുംബജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ ഒന്നും സമർപ്പണം ചെയ്യാതെയല്ല, മറിച്ച് ആ വേദനകളെല്ലാം ആരാധനയിൽ നിൻ്റെ സന്നിധിയിൽ സമർപ്പണം ചെയ്ത് അപ്പത്തിലൂടെ എൻ്റെ ദൈവത്തെ ഒന്ന് സ്വീകരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ, ആമേൻ.